ADGP MR അജിത് കുമാറിനെ സംരക്ഷിക്കുന്ന നിലപാട് മുഖ്യമന്ത്രി പിണറായി വിജയൻ തുടരുകയാണ്. അദ്ദേഹത്തിനെതിരായിട്ട് 2 റിപ്പോർട്ടുകൾ തന്റെ ഓഫീസിലെത്തിയിട്ട് വീണ്ടും അത് DGPക്ക് തിരിച്ചയക്കുന്ന ഒരു കാഴ്ചയാണ് ഇന്ന് കാണാൻ കഴിഞ്ഞത്. മുൻപ് സംസ്ഥാന പോലീസ് മേധാവിയായിരുന്ന ഷേഖ് ദർവേഷ് സാഹിബാണ് ADGP അജിത് കുമാറിനെതിരെ 2 റിപ്പോർട്ടുകൾ ആഭ്യന്തര സെക്രട്ടറിക്ക് നൽകിയത്. അത് ആഭ്യന്തര സെക്രട്ടറി ശുപാർശയോടുകൂടി അജിത് കുമാറിനെതിരെ നടപടിയെടുക്കണമെന്ന ശുപാർശയോടുകൂടിയാണ് മുഖ്യമന്ത്രിക്ക് സമർപ്പിച്ചത്. ഈ 2 റിപ്പോർട്ടുകളാണ് ഇപ്പോൾ നിലവിലെ സംസ്ഥാന പോലീസ് മേധാവിയായ റവാഡ ചന്ദ്രശേഖറിന് വീണ്ടും താങ്കളുടെ ഒരു നിലപാട് എഴുതി അറിയിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കൊടുത്തിരിക്കുന്നത്. നേരത്തെ ഷേഖ് ദർവേഷ് സാഹിബ് തൃശൂർ പൂരം കലക്കലുമായി ബന്ധപ്പെട്ടും ഒപ്പം തന്നെ ADGP ആയ P വിജയൻ നൽകിയ ഒരു പരാതിയിലുമാണ് 2 റിപ്പോർട്ടുകൾ അജിത് കുമാറിനെതിരെ നൽകിയത്. 2ലും നടപടിക്ക് ശുപാർശ ചെയ്തിരുന്നു. എന്നാൽ ഇത് അംഗീകരിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമായതുകൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് നേരിട്ടിടപെട്ടുകൊണ്ട് ഈ റിപ്പോർട്ട് ഇപ്പോൾ നിലവിലെ സംസ്ഥാന പോലീസ് മേധാവിക്ക് സമർപ്പിച്ചിരിക്കുന്നത്. തൃശൂർ പൂരം കലക്കലുമായി ബന്ധപ്പെട്ട് ADGP അജിത് കുമാറിനെതിരെ ഒരു ത്രിതല അന്വേഷണം നടത്തിയിരുന്നു. ഇതിൽ അദ്ദേഹം കുറ്റക്കാരനാണ്. അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്നും ഗുരുതരമായ വീഴ്ചയുണ്ടായി. അന്ന് അദ്ദേഹം ക്രമസമാധാന ചുമതലയുള്ള ADGP ആയിരുന്നു. അദ്ദേഹം ഈ തൃശൂർ പൂര ദിവസം ആ സംഭവ സ്ഥലത്തുണ്ടായിരുന്നു. അന്ന് രാത്രിയിൽ പൂരം കലക്കുന്ന വിധത്തിലുള്ള പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായിട്ടും അദ്ദേഹം ഇടപെട്ടില്ല എന്നത് വളരെ ഗൗരവമായ ഒരു പ്രശ്നമാണ്. ഒപ്പം തന്നെ ആ ജില്ലയിൽ നിന്നുള്ള ഒരു മന്ത്രി കൂടിയായ റവന്യൂ മന്ത്രി K രാജൻ ഈ അജിത് കുമാറിനെ നേരിട്ട് വിളിച്ചു. അദ്ദേഹത്തിന്റെ ഒഫീഷ്യൽ ഫോണിലും പേഴ്സണൽ ഫോൺ നമ്പറിലും വിളിച്ചിട്ടും അജിത് കുമാർ ഫോൺ എടുത്തില്ല. ഒപ്പം തന്നെ അദ്ദേഹം ആ വിഷയത്തിൽ ഇടപെട്ട് പ്രശ്നം പരിഹരിക്കാൻ ഒരു നടപടികൾ സ്വീകരിച്ചില്ല. മറിച്ച് അദ്ദേഹം അവിടെ അന്ന് ACP ആയിരുന്ന അങ്കിത് അശോകിന്റെ ചുമലിലേക്ക് എല്ലാം വെച്ചു കൊടുത്തിട്ട് ഒഴിഞ്ഞു പോകുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. ആ വിഷയത്തിൽ അജിത് കുമാറിന്റെ ഭാഗത്തു നിന്നും ഗുരുതരമായ വീഴ്ചയുണ്ടായി. അദ്ദേഹത്തിനെതിരെ നടപടി വേണമെന്നാണ് ഒരു അന്വേഷണം നടത്തി. ത്രിതല അന്വേഷണമാണ് ആ വിഷയത്തിൽ നടത്തിയത്. ആ അന്വേഷണത്തിൽ ഏറ്റവും ഒടുവിൽ DGPയുടെ നേതൃത്വത്തിലാണ് ഒരു റിപ്പോർട്ട് സമർപ്പിച്ചത്. ആ വിഷയത്തിൽ അജിത് കുമാറിന് വീഴ്ച സംഭവിച്ചു, അദ്ദേഹത്തിനെതിരെ നടപടി വേണം എന്നാണ് അന്നത്തെ DGP ആയിരുന്ന ഷേഖ് ദർവേഷ് സാഹിബ് സമർപ്പിച്ചത്. നമുക്കറിയാം, പൂരം കലക്കലുമായി ബന്ധപ്പെട്ട് തുടക്കം മുതൽ തന്നെ അജിത് കുമാറിനെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ കോൺഗ്രസും ഒപ്പം തന്നെ CPMന്റെ ഘടകകക്ഷിയായ അവരുടെ കൂടെ ഒപ്പം നിൽക്കുന്ന CPIയും നിലപാട് സ്വീകരിച്ചിരുന്നു. പിന്നീട് അത് തൃശ്ശൂരിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തോൽവിക്ക് പിന്നാലെ പൂരം കലക്കൽ അതൊരു വിഷയമായി മാറി. അത് തോൽവിയെ കാര്യമായി ബാധിച്ചെന്ന തരത്തിൽ CPI തന്നെ വിമർശനം ഉന്നയിക്കുകയും ചെയ്തു. ഈ പൂരം കലക്കലുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണ റിപ്പോർട്ട് അവിടെ CPIയുടെ മുൻ മന്ത്രിയും ലോക്സഭയിലെ സ്ഥാനാർത്ഥിയുമായിരുന്ന VS സുനിൽകുമാറിന് പോലും ലഭിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടായി. അദ്ദേഹത്തിന് പിന്നെ വിവരാവകാശ നിയമപ്രകാരം പോകേണ്ടി വന്നു. അങ്ങനെയാണ് അദ്ദേഹത്തിന് റിപ്പോർട്ടൊക്കെ ലഭിക്കുന്നത്. അതുവരെ ആ റിപ്പോർട്ട് പുറത്തുവിടാൻ സർക്കാർ തയ്യാറായില്ല. അത്തരത്തിൽ MR അജിത് കുമാറിനെ പൊതിഞ്ഞ് പിടിക്കുന്ന എല്ലാ സംരക്ഷണ കവചവും ഒരുക്കി അദ്ദേഹത്തെ ചേർത്ത് നിർത്തുന്ന നിലപാടാണ് മുഖ്യമന്ത്രി സ്വീകരിച്ചിരുന്നത്. P വിജയന്റെ വിഷയത്തിലേക്ക് വരികയാണെങ്കിൽ, നേരത്തെ LDFുമായി തെറ്റിപ്പിരിഞ്ഞ് പുറത്തുപോയ PV അൻവർ അന്ന് മലപ്പുറം SP ആയിരുന്ന സുജിത് ദാസിനെതിരെ ഗുരുതരമായ ഒരു ആരോപണം ഉന്നയിച്ചിരുന്നു. ഈ മലപ്പുറവുമായി ബന്ധപ്പെട്ട് കരിപ്പൂര് വിമാനത്താവളം വഴിയുള്ള സ്വർണ്ണക്കടത്തിൽ സുജിത് ദാസിന് വലിയ പങ്കുണ്ട് എന്ന ഒരു ആരോപണം ഉന്നയിക്കുകയും അദ്ദേഹത്തിനെതിരെ ഗുരുതരമായ രീതിയിലുള്ള വിമർശനങ്ങൾ ഉന്നയിക്കുകയും ഒക്കെ തന്നെ ചെയ്തിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടുള്ള ആ മൊഴിയിൽ ADGP അജിത് കുമാർ അദ്ദേഹം അന്വേഷണ സംഘത്തിന് നൽകിയ ഒരു മൊഴിയിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഈ സുജിത് ദാസ് തന്നോട് പറഞ്ഞതായിട്ടാണ് അദ്ദേഹം പറയുന്നത്. ഈ സ്വർണം പൊട്ടിക്കൽ അല്ലെങ്കിൽ സ്വർണം കടത്തുകാരുമായിട്ട് P വിജയൻ IPSന് ബന്ധമുണ്ട് എന്ന് സുജിത് ദാസ് തന്നോട് പറഞ്ഞു എന്ന തരത്തിൽ ഈ ADGP MR അജിത് കുമാറിന്റെ ഒരു മൊഴി പുറത്തു വന്നു. ഇതിനെതിരെ P വിജയൻ ഒരു പരാതി നൽകി, മുഖ്യമന്ത്രിക്ക് അതിനെ നേരിട്ടൊരു പരാതി നൽകി. ഇത് തന്റെ ഇന്റഗ്രിറ്റിയെ ബാധിക്കുന്ന ഒരു വിഷയമാണ്. ഈ വിഷയത്തിൽ തനിക്ക് നിയമ നടപടിയുമായിട്ട് മുന്നോട്ട് പോകാൻ അനുവാദം നൽകണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് P വിജയൻ മുഖ്യമന്ത്രിയെ സമീപിച്ചത്. ഇതിലും ഒരു അന്വേഷണം നടന്നിരുന്നു. ആ വിഷയത്തിലും ഇത് MR അജിത് കുമാറിന്റെ ആ മൊഴി അത് കളവാണ്, സുജിത് ദാസ് അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് ആ അന്വേഷണത്തിൽ തെളിഞ്ഞു. മാത്രവുമല്ല, ഈ സുജിത് ദാസ് തന്നെ നേരിട്ട് മാധ്യമങ്ങളെ കണ്ടപ്പോൾ അദ്ദേഹവും പറഞ്ഞു താൻ അങ്ങനെ അജിത് കുമാറിനോട് P വിജയൻ ഏതെങ്കിലും തരത്തിൽ ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ സ്വർണം കടത്തലുമായി ബന്ധപ്പെട്ട് P വിജയന്റെ പേര് ഒരിടത്തും താൻ പരാമർശിച്ചിട്ടില്ല എന്ന് ഈ സുജിത് ദാസ് തന്നെ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ ഈ 2 വിഷയത്തിലും അജിത് കുമാറിന്റെ ഭാഗത്ത് നിന്നും കുറ്റകരമായ വീഴ്ചയുണ്ടായി, വളരെ വലിയൊരു അനാസ്ഥയുണ്ടായി എന്നതാണ് ഷേഖ് ദർവേഷ് സാഹിബിന്റെ ഈ റിപ്പോർട്ടിൽ പറയുന്നത്. ഈ റിപ്പോർട്ടാണ് ഇപ്പോൾ നടപടിയെടുക്കാതെ, അദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കാതെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇപ്പോൾ വീണ്ടും
നിലവിലെ സംസ്ഥാന പോലീസ് മേധാവിയായ റവാഡ ചന്ദ്രശേഖരന് സമർപ്പിച്ചിരിക്കുന്നത് അത് എന്തൊരു നടപടിയാണെന്ന് അറിയത്തില്ല. കാരണം സംസ്ഥാനത്തെ പോലീസ് സേനയിലെ ഏറ്റവും ഉയർന്ന വ്യക്തിയാണ് DGP എന്ന് പറയുന്നത്, സംസ്ഥാന പോലീസ് മേധാവി എന്ന് പറയുന്നത്. അദ്ദേഹം നൽകുന്ന ഒരു റിപ്പോർട്ട്, ഒരു കാലഘട്ടത്തിൽ DGP ആയിരുന്ന ഒരു വ്യക്തി ഒരു അന്വേഷണം നടത്തി സമർപ്പിച്ചിരിക്കുന്ന റിപ്പോർട്ട്, ആ റിപ്പോർട്ട് തൃപ്തിയില്ലാതെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് തന്നെ വീണ്ടും അടുത്ത് വരുന്ന DGPക്ക് കൈമാറുന്നു. അതിലാവും നിങ്ങളുടെ ഒരു അഭിപ്രായം കൂടി ചോദിച്ചുകൊണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം പറയണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു റിപ്പോർട്ട് വീണ്ടും അത് മടക്കുന്നു എന്ന് പറയുന്നത്, അതിന്റെ പിന്നിലുള്ള ലക്ഷ്യം വളരെ വ്യക്തമാണ്. ADGP MR അജിത് കുമാറിനെ ഏത് വിധേനയും രക്ഷിക്കുക, അദ്ദേഹത്തിനെതിരായ ഒരു ചെറുവിരൽ പോലും അനങ്ങാൻ തങ്ങൾ സമ്മതിക്കില്ല, അല്ലെങ്കിൽ അദ്ദേഹത്തിനെതിരെ എന്തെങ്കിലും ഒരു നടപടി എടുക്കേണ്ട ഒരു സാഹചര്യം വന്നാൽ അത് ഏത് വിധേനയും ഈ ഭരണത്തിന്റെ അല്ലെങ്കിൽ അധികാരത്തിന്റെ ഹുങ്ക് അത് തങ്ങൾ വിനിയോഗിക്കും, അധികാരത്തിന്റെ എല്ലാ പഴുതുകളും ഉപയോഗിച്ച് അജിത് കുമാറിനെ തങ്ങൾ രക്ഷിക്കും എന്ന ഒരു വലിയൊരു വെല്ലുവിളിയാണ് പൊതുസമൂഹത്തോട് മുഖ്യമന്ത്രി തന്നെ നേരിട്ട് നടത്തുന്നത്. ഇനി ഈ വിഷയത്തിലെ നിലവിലെ പോലീസ് മേധാവിയായ റവാഡ ചന്ദ്രശേഖരന് ചെയ്യാവുന്ന രണ്ട് കാര്യങ്ങളാണുള്ളത്. ഒന്നുകിൽ ഈ റിപ്പോർട്ട് നിലവിൽ മുൻ DGP ആയിരുന്ന ഷെയ്ഖ് ദർവേഷ് സാഹിബ് സമർപ്പിച്ച റിപ്പോർട്ട് അത് പൂർണ്ണമായും കളവാണ്, അല്ലെങ്കിൽ MR അജിത് കുമാറിനെ ക്ലീൻ ചിറ്റ് നൽകിക്കൊണ്ട് ഒരു റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് സമർപ്പിക്കണം. അല്ല എന്നുണ്ടെങ്കിൽ ഈ റിപ്പോർട്ട് പൂർണ്ണമായും അംഗീകരിച്ചുകൊണ്ട് ഇത് ശരിയാണ്, ഈ റിപ്പോർട്ടിന്മേൽ ഒരു നടപടി സ്വീകരിക്കണം എന്ന് ഒരു റിപ്പോർട്ട് കൊടുക്കണം. ഇതിലേതാണ് റവാഡ ചന്ദ്രശേഖരൻ സ്വീകരിക്കുക എന്ന് നമുക്ക് അറിയില്ല. നമുക്കറിയാം, നിലവിൽ റവാഡ ചന്ദ്രശേഖരൻ സംസ്ഥാന പോലീസ് മേധാവിയായ സമയത്ത് അദ്ദേഹത്തിനെതിരെ വളരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉയർന്നിരുന്നു. പണ്ട് കൂത്തുപറമ്പ് വെടിവയ്പ് സമയത്ത് അവിടെ കണ്ണൂർ ജില്ലയിൽ പോലീസിന്റെ ചുമതലയുള്ള വ്യക്തിയായിരുന്നു അദ്ദേഹം കണ്ണൂരിലെ പോലീസിലുണ്ടായിരുന്ന വ്യക്തിയാണ്, നിർണായകമായ പദവിയിലിരുന്ന ഒരു വ്യക്തിയാണ്. ആ കൂത്തുപറമ്പ് വെടിവയ്പ് സമയത്ത് റവാഡ ചന്ദ്രശേഖരനെതിരെ CPM ഉൾപ്പെടെയുള്ളവർ വലിയ ആരോപണങ്ങൾ ഉന്നയിക്കുകയും അദ്ദേഹത്തിനെതിരെ കൊലക്കുറ്റം ചുമത്തി കേസെടുക്കണമെന്ന് ആവശ്യപ്പെടുകയും ഒക്കെ ചെയ്ത ഒരു ഉദ്യോഗസ്ഥനായിരുന്നു. എന്നാൽ ഇപ്പോൾ ഈ പോലീസ് മേധാവി സ്ഥാനത്തേക്ക് കേന്ദ്ര പാനൽ ഒരു 3 അംഗ പാനൽ സമർപ്പിച്ചപ്പോൾ അതിൽ നിന്നും റവാഡ ചന്ദ്രശേഖരനെയാണ് മുഖ്യമന്ത്രി തെരഞ്ഞെടുത്തത്. അപ്പോൾ തന്നെ മുഖ്യമന്ത്രിക്കെതിരെ ഗുരുതരമായ വിമർശനങ്ങൾ ഉയർന്നിരുന്നു. അന്ന് പ്രതിസ്ഥാനത്ത് നിർത്തിയ, തങ്ങളുടെ 5 സഖാക്കൾ കൊല്ലപ്പെട്ട ഒരു സംഭവത്തിൽ പ്രതിസ്ഥാനത്ത് നിർത്തിയ ഒരു വ്യക്തിയെ മുഖ്യമന്ത്രി ഒന്നും കാണാതെ ഇപ്പോൾ പോലീസ് മേധാവിയാക്കി വെക്കില്ല എന്ന തരത്തിലുള്ള വിമർശനം കോൺഗ്രസും ഉൾപ്പെടെയുള്ള പാർട്ടികൾ എടുത്തിരുന്നു. അങ്ങനെ തന്റെ താല്പര്യങ്ങൾക്കനുസരിച്ച് നിയമിച്ച ഒരു വ്യക്തിയായിട്ടാണ് റവാഡ ചന്ദ്രശേഖരനെ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷം കാണുന്നത്. സ്വാഭാവികമായിട്ടും മുഖ്യമന്ത്രിയും ഒരുപക്ഷെ തനിക്ക് അനുകൂലമായ ഒരു റിപ്പോർട്ടായിരിക്കും റവാഡ ചന്ദ്രശേഖരനും ഈ വിഷയത്തിൽ പ്രതീക്ഷിക്കുക. അങ്ങനെ അദ്ദേഹം നൽകുമോ എന്നതാണ് കാത്തിരുന്ന് കാണേണ്ടത്. എന്തൊക്കെയാണെങ്കിലും ADGP അജിത് കുമാർ തന്റെ മാനസപുത്രനാണ്, തനിക്ക് പിറക്കാതെ പോയ ഒരു മകനാണ് എന്ന് കേരളീയ പൊതുസമൂഹത്തോട് വീണ്ടും വീണ്ടും മുഖ്യമന്ത്രി പിണറായി വിജയൻ വിളിച്ചു പറയുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. അടുത്തിടയ്ക്കാണ് ഈ MR അജിത് കുമാറിനെതിരെ ക്ലീൻ ചിറ്റ് വിജിലൻസ് കോടതിയിൽ സമർപ്പിച്ചത്. അദ്ദേഹത്തിന്റെ അനധികൃത സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ട ആ വിഷയത്തിൽ അജിത് കുമാറിന് അനുകൂലമായ ഒരു റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് മുഖ്യമന്ത്രിയുടെ ഭാഗത്തും ഇടപെടൽ ഉണ്ടായി, അല്ലെങ്കിൽ ആ തരത്തിലുള്ള വിമർശനമാണ് വിജിലൻസ് കോടതിയുടെ ഭാഗത്തും ഉണ്ടായത്. അങ്ങനെ ആ വിജിലൻസിന്റെ റിപ്പോർട്ട് പൂർണ്ണമായും വിജിലൻസ് കോടതി തള്ളുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. ഇതൊക്കെ തന്നെ MR അജിത് കുമാർ തനിക്ക് വളരെ വേണ്ടപ്പെട്ടവനാണ്. അജിത് കുമാറിനെ കൈവിട്ടാൽ അത് തനിക്ക് വലിയൊരു തിരിച്ചടിയാകുമെന്ന തിരിച്ചറിവ് മുഖ്യമന്ത്രിക്ക് ഉണ്ട് എന്നാണ് ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത്.